വിജയപ്രതീക്ഷയോടെയാണ് ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ കളത്തിലിറങ്ങുന്നത്. ചിറ്റൂർ മുനിസിപ്പാലിറ്റി തിരികെ പിടിച്ചത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. UDFൽ പ്രശ്നങ്ങളിൽ ഒരുമിച്ച് നിൽക്കുമെന്നും സുമേഷ് അച്യുതൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെ പോകുന്നു പ്രചരണങ്ങളൊക്കെ? ഉഷാറായിട്ടോ? ചിറ്റൂരിലെ പ്രചരണം ആരംഭിച്ചിട്ട് ഞങ്ങൾ കുറേയായി. നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവിടെ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ UDF ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ പ്രചരണം നടത്തിയത്. അപ്പോൾ അത് അന്നു മുതൽ ഇവിടെ പ്രചരണമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത വികസനങ്ങൾ നടത്തി, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകുന്നത് ഈ നഗരസഭ പിടിച്ചതാണോ? നഗരസഭയും കഴിഞ്ഞ 10 വർഷമായി ഞങ്ങളുടെ UDFന്റെ കയ്യിൽ ഇല്ലായിരുന്ന 2 പഞ്ചായത്തും തിരിച്ചു പിടിച്ചു. ഇതിനിടയിൽ KC പ്രീത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച, അല്ലെങ്കിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെങ്ങനെയാണ്? പ്രീത് പാർട്ടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനം മാത്രമേ രാജിവെച്ചിട്ടുള്ളൂ. പാർട്ടിയിൽ നിരവധി മറ്റ് സ്ഥാനങ്ങളുണ്ട്, അതെല്ലാം പ്രീതുണ്ട്. പ്രീത് പാർട്ടിയിൽ സജീവമായിട്ട് തന്നെ നിൽക്കും. ഇവിടെ CPMലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റും 4 മെമ്പർമാരും അവർ ആ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇരിക്കുമ്പോൾ തന്നെ UDFുമായി സഹകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വലിയൊരു മുന്നേറ്റമുണ്ടായിരുന്നു. PK ശശിയേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വലിയ വിഭാഗം. CPMനകത്താണ് ഇവിടെ വലിയ വിഭാഗീയതയും ഇവിടെ വലിയ പൊട്ടിത്തെറിയൊക്കെ നടന്നത്. UDFിനകത്തുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകും. പ്രീത് സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ടാവും. PK ശശിക്ക് ഒപ്പമുള്ള ഒരു വിഭാഗം കൊഴിഞ്ഞാൻ പറയലുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു പിന്തുണ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? എങ്ങനെയാണ്? പരിപൂർണമായി അവിടെ ആദ്യം നടത്തിയ റോഡ് ഷോയിൽ അവരുടെ പരിപൂർണമായ സഹകരണം ഉണ്ടായിരുന്നു. അവർ UDFിനോടൊപ്പം ശക്തമായി തന്നെ അവർ നിൽക്കും. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലൂടെയാണ് സുമേഷ് അച്യുതൻ അദ്ദേഹം പ്രചരണം മുന്നോട്ട് പോവുകയാണ്. വീടുകൾ കയറിയുള്ള പ്രചരണവുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മലൂർസി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.